നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. ഇന്ന് നമ്മൾ 10ാമത്തെ പാഠമാണ് പഠിക്കുന്നത്. ഈ പാഠത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ക എന്ന അക്ഷരത്തിൻ്റെ കൂട്ടക്ഷരമാണ് നമ്മൾ പഠിക്കുന്നത്. കൂടാതെ ഈ അക്ഷരം വരുന്ന വാക്കുകളും വാചകങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് പഠിക്കാം. കായുടെ കൂട്ടക്ഷരം എങ്ങനെ എഴുതുന്നേ നോക്കൂ. ആദ്യം തന്നെ ടീച്ചർ ഒരു ക വരച്ചു. ഇപ്പോൾ കായായി അല്ലേ? ഈ കായുടെ ഉള്ളിലൂടെ ഒരു റാ വരച്ചു. ഇപ്പോൾ കായുടെ കൂട്ടക്ഷരമായി ഖ. എങ്ങനെയാണ് ഉച്ചരിക്കുക? ഖ. എങ്ങനെയാണ്? ആദ്യം ഒരിക്കൽ കൂടെ കാണിക്കുക. ഒരു ക വരയ്ക്കുകയാണ്. ക വരച്ച് നിർത്തിയവിടത്ത് ഒരു റാ കൂടെ വരച്ചു. ഖ. ഒരിക്കൽ കൂടെ വരയ്ക്കാം. ക വരച്ചു. ക വരച്ച് നിർത്തിയവിടത്തു നിന്നും ഒരു റാ തുടങ്ങുകയാണ്. ഖ. ഖയുടെ കൂട്ടക്ഷരമാണ് ഇപ്പം നമ്മൾ പഠിച്ചത്. ഇനി ഈ കായുടെ കൂട്ടക്ഷരം വരുന്ന വാക്കുകളൊന്ന് എഴുതി നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്ന വാക്ക് കാക്ക എന്നാണ്. കാക്ക. ആദ്യം ക എന്നേ കേൾക്കുന്നുള്ളൂ അല്ലേ? ആദ്യം ക ഉറപ്പിക്കാതെ പറയുന്ന ക എഴുതുന്നു. ഇനി അതിനെ കാ എന്നാക്കാനായിട്ട് ആ എന്നതിൻ്റെ ചിഹ്നം ചേർത്തു. ഇനി ഖ എന്നാണ് നമ്മൾ എഴുതുന്നത്. കായുടെ കൂട്ടക്ഷരം എഴുതണം. കായുടെ കൂട്ടക്ഷരം എഴുതി കാക്ക. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന വാക്ക് കക്ക എന്നാണ്. കക്ക. ഇത് കാക്കയാണ്. കായ നീട്ടി ഉച്ചരിക്കുന്നുണ്ട്. കാക്ക. ഇനി നമുക്ക് കക്കയാണ് എഴുതുന്നത്. കായ നീട്ടി ഉച്ചരിക്കുന്നില്ല അല്ലേ? അപ്പോൾ ക എഴുതി. കായുടെ തൊട്ടടുത്തായിട്ടൊരു ഖ. കായുടെ കൂട്ടക്ഷരം എഴുതി. എങ്ങനെ വായിക്കും? കക്ക. 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 അടുത്തത് എഴുതാൻ പോകുന്നത് നാക്ക് ആണ്. നാക്ക്. അടുത്ത് എഴുതാൻ പോകുന്നത് നാക്ക്. നാ എഴുതിയിട്ട് ആടെ ചിഹ്നം. നാ ഖ. കായുടെ കൂട്ടക്ഷരം എഴുതി. ഖ എന്നാവാനായിട്ട് ഉകാരം അഥവാ ചന്ദ്രക്കല. നാക്ക്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാക്ക് ആണ്. വാക്ക്. വാ ഖ. കായുടെ കൂട്ടക്ഷരം വാക്ക്. വാക്ക്. ഇനി നമുക്ക് കായുടെ കൂട്ടക്ഷരം വരുന്ന വാചകങ്ങൾ എഴുതാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്ന വാചകം വാക്ക് തരണം. വാക്ക് തരണം. ആദ്യം വാക്ക് എന്ന് എഴുതാം അല്ലേ? ആദ്യത്തെ വാക്ക് വാക്കാണ്. അപ്പോൾ വാക്ക് എന്ന് എഴുതണം. വാ ഖ. വാക്ക്. വാക്ക് തരണം. ത രണം. തരണം. വാക്ക് തരണം. വാക്ക് തരണം. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് വാചകമാണ്. ആദ്യത്തെ വാചകം നമ്മൾ എഴുതിയത് വാക്ക് തരണം. ഇനി എഴുതാൻ പോകുന്ന വാചകം കാക്ക പാറണം. ആദ്യം കാ എന്ന് എഴുതണം അല്ലേ? കാ എന്ന് എഴുതാണ്. കാ. ഖ. കാക്ക. പാറണം. പാ റ ണം. പാറണം. കാക്ക പാറണം. ഇനി എഴുതാൻ പോകുന്ന വാചകം കക്ക വാരണം. ക എന്നെഴുതി. തൊട്ടടുത്തായിട്ട് കായുടെ കൂട്ടക്ഷരം. എങ്ങനെ വായിക്കുക? കക്ക. കക്ക. ഒരു ചിഹ്നമില്ല അല്ലേ? രണ്ടക്ഷരത്തിൻ്റെയും കൂടെ. അപ്പോൾ കക്ക. ആ എന്ന ശബ്ദം രണ്ടിനും കേൾക്കണം. കക്ക. കക്ക വാരണം. വാ എന്നെഴുതി ആൻ്റെ ചിഹ്നം. വാ ര ണം. വാരണം. കക്ക വാരണം.
ഇപ്പൊ നമ്മൾ പാഠം 10 പഠിച്ചു കഴിഞ്ഞു. പാഠം 10 കായുടെ കൂട്ടക്ഷരമാണ് നമ്മൾ പഠിച്ചത്. ഖ എന്നുച്ചരിക്കുന്ന കായുടെ കൂട്ടക്ഷരം നമ്മൾ പഠിച്ചു. ഖ എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടുള്ള വാക്കുകൾ പിന്നെ പഠിച്ചു. കാക്ക, നാക്ക്, നാവ് എന്നും നാക്ക് എന്നും പറയും. നാക്ക് എന്ന വാക്ക് പഠിച്ചു. പിന്നെ കക്ക എന്ന വാക്ക് പഠിച്ചു അല്ലേ? കക്ക നോക്കൂ, പലതരത്തിലുള്ള കക്കകൾ കാണുന്നത് കണ്ടോ? അപ്പൊ കക്ക എന്താണെന്ന് നമുക്കറിയാം. കക്ക എന്ന വാക്ക് പഠിച്ചു. പിന്നെ നമ്മൾ കുറച്ച് വാചകങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഒരുമിച്ച് പറയാം നമുക്ക്. വാക്ക് തരണം, കക്ക വാരണം, കാക്ക പാറണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാഠം 10 പഠിച്ചത്. ഇന്നത്തെ കേട്ടെഴുത്തിൽ നമ്മൾ കുറച്ച് വാക്കുകളാണ് എഴുതുന്നത്. ശ്രദ്ധിച്ചെഴുതണം. ആദ്യത്തെ വാക്ക് കട്ട, കട്ട, കട്ട. രണ്ടാമത്തെ വാക്ക് കലം, കലം, കലം. മൂന്നാമത്തെ വാക്ക് കാട്, കാട്, കാട്. നാലാമത്തെ വാക്ക് കണ്ണവ, കണ്ണവ, കണ്ണവ. അഞ്ചാമത്തെ വാക്ക് കാല്, കാല്, കാല്. ആറാമത്തെ വാക്ക് ആല്, ആല്, ആല്. ഏഴാമത്തെ വാക്ക് പാടാം, പാടാം, പാടാം. എട്ടാമത്തെ വാക്ക് ആന, എട്ടാമത്തെ വാക്ക് ആന. ഒമ്പതാമത്തെ വാക്ക് അരണ, അരണ, അരണ. പത്താമത്തെ വാക്ക് പറവ, പറവ, പറവ. ഇന്ന് വായിക്കാനുള്ള വാചകങ്ങൾ കണ്ടല്ലോ. അവ തെറ്റുകൂടാതെ വായിച്ച് നോട്ട്സിന്റെയും ഡിക്റ്റേഷന്റെയും ഒക്കെ കൂടെ അയച്ചു തരണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.